ലോകമെമ്പാടുമുള്ള എല്ലാ വേൾഡ് ടു വേൾഡ് ടെലിവിഷൻ പ്രേക്ഷകർക്കും വചനപ്രഭയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷ ആരംഭിക്കാം. സ്നേഹനിധിയായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവാം ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. അവിടെ അടിയങ്ങളോട് കൃത്യമായി സംസാരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജീവൻ്റെ വചനങ്ങളെ കേൾക്കുവാനും ഗ്രഹിപ്പാനും തക്കവണ്ണം പരിശുദ്ധാത്മാവെ അവിടുന്ന് ഞങ്ങളെ ഓരോ മക്കളെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ കവാടങ്ങൾ ഈ രാത്രി തുറക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവമേ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ നല്ല നിലത്ത് വീണ വിത്ത് പോലെ ദൈവമേ 100, 60, 30 മേനിയായി വിളയുവാൻ തക്കവണ്ണം ഓരോ ഹൃദയങ്ങളെയും അവിടുന്ന് സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെയും ഞങ്ങളുടെ തിരുസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവെ അവിടുന്ന് അടിയനോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് നിന്നെ അടിയൻ്റെ അതരത്തെ നിയന്ത്രിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പുണ്യനാമത്തിലൂടെ കൂടുതൽ മഹത്വപ്പെടുവാൻ സഹായിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. അല്പസമയം നിങ്ങളോട് ചിന്തിക്കുവാൻ തക്കണം ആഗ്രഹിക്കുന്ന വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. ഗോസ്പൽ മാത്യു ചാപ്റ്റർ 13 വേഴ്സ് 3. അവൻ അവരോട് പലതും ഉപമകളായി പ്രസ്താവിച്ചു. വിതയ്ക്കുന്നവൻ വിതയ്ക്കുവാൻ പുറപ്പെട്ടു. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ കടന്നു വന്ന് നമ്മളോട് ഏറ്റവും കൂടുതൽ പ്രാവശ്യം പ്രസംഗിച്ചിട്ടുള്ള ഒരു വിഷയമാണ് സ്വർഗരാജ്യം അല്ലെങ്കിൽ ദൈവരാജ്യത്തെക്കുറിച്ച്. മറ്റു ചില സുവിശേഷങ്ങളിൽ ദൈവരാജ്യമെന്ന് പറയുന്നു, എന്നാൽ വിശുദ്ധ മത്തായി ശ്ലീഹ സ്വർഗരാജ്യമെന്നാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. യഹൂദന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് വിശുദ്ധ മത്തായി സുവിശേഷം എഴുതുന്നത്. യഹൂദന്മാർക്ക് വേണ്ടിയാണ്. അവർക്ക് ദൈവമെന്ന വാക്ക് ഉച്ചരിക്കുവാൻ തക്കവണ്ണം ഭയമുണ്ടായിരുന്നു. അത്രത്തോടെ ഭയത്തോടു കൂടിയാണ് അവർ കണ്ടിരുന്നത്. അതുകൊണ്ട് അവരുടെ ഇടയിലേക്ക് ദൈവത്തിൻ്റെ വചനം എത്തുവാൻ തക്കവണ്ണം ദൈവമെന്ന് ഉച്ചരിക്കുന്ന സ്ഥാനത്ത് സ്വർഗരാജ്യമെന്നാണ് ഉച്ചരിച്ചിരുന്നത്. അപ്പോൾ സ്വർഗരാജ്യത്തെക്കുറിച്ചാണ് പരമപ്രധാനമായി ഇവിടെ പ്രതിപാദിക്കുന്നത്. സ്വർഗരാജ്യത്തിൽ നാം എത്തണമെങ്കിൽ ഒരു ദൈവ പൈതൽ എങ്ങനെയാണ് അവൻ്റെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത് എന്ന് ഗിരിപ്രഭാഷണത്തിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 5, 6, 7 അധ്യായങ്ങളിൽ എങ്ങനെയാണ് ഒരു ദൈവ പൈതൽ അവൻ്റെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത് എന്ന് കർത്താവ് പഠിപ്പിച്ച ശേഷം സ്വർഗരാജ്യത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച് കൂടുതലായി പഠിപ്പിക്കുവാൻ അവൻ ഉപമകളായി അവരോട് സംസാരിക്കുകയാണ്. അപ്പോൾ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കുകയാണ്, എന്തിനാണ് ഇങ്ങനെ ഉപമകളിലൂടെ സംസാരിക്കുന്നത്? തൻ്റെ ജനത്തിനോട് വ്യക്തമായും സംസാരിക്കുവാൻ കഴിയുകയില്ലേ എന്നുള്ള അവരുടെ ഒരു സംശയം ഈ ഉപമ കേട്ട് കഴിഞ്ഞ് അവർ കർത്താവുമൊത്ത് ഇരിക്കുമ്പോൾ അവിടെ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ 10-ാം വാക്യത്തിൽ, അനന്തരം ശിഷ്യന്മാർ അടുക്കൽ വന്ന് അവരോട് ഉപമകളായി സംസാരിക്കുന്നത് എന്ത് എന്ന് അവനോട് ചോദിച്ചു. അവൻ അവരോട് ഉത്തരം പറഞ്ഞത് സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങൾ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, അവർക്കോ ലഭിച്ചിട്ടില്ല. അപ്പോൾ അവരോട് പറയുകയാണ്, സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ അറിയുവാൻ തക്കവണ്ണം നിങ്ങൾക്കാണ് വരം ലഭിച്ചിരിക്കുന്നത്, അവർക്കത് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഉപമകളായി നിങ്ങളോട് പറയുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കുവാനുള്ള ദൈവീക ജ്ഞാനമുണ്ട്, അവർക്കോ ആ ജ്ഞാനമില്ല. അപ്പോൾ അവർക്ക് ആ ജ്ഞാനം ലഭിക്കും എപ്പോഴാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ തൻ്റെ ക്രൂശീകരണം കഴിഞ്ഞ്
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അവർക്ക് ലഭിച്ചു കഴിയുമ്പോൾ അവർക്ക് ഈ പരിശുദ്ധാത്മാവ് അവർക്ക് ഇതൊക്കെയും ഉപദേശിച്ചു കൊടുക്കും, പറഞ്ഞു കൊടുക്കും. പക്ഷെ ഇപ്പോൾ ഇത് ഗ്രഹിപ്പാൻ തക്കവണ്ണം നിങ്ങൾക്കാണ് കൃപയുള്ളത് എന്ന് കർത്താവ് പറയുന്നു. പിന്നെയോ ഉള്ളവന് കൊടുക്കും, ആ ഉള്ളവന് കൊടുക്കും, അവന് സമൃദ്ധി ഉണ്ടാകും, അവന് സമൃദ്ധി ഉണ്ടാകും. ഇല്ലാത്തവനിൽ നിന്നാകട്ടെ അവന് ഉള്ളത് കൂടി എടുത്തു കളയും, അവന് ഉള്ളത് കൂടി എടുത്തു കളയും. അതുകൊണ്ട് അവർ കണ്ടിട്ട് കാണാതെയും കേട്ടിട്ട് കേൾക്കാതെയും ഗ്രഹിക്കാതെയും ഇരിക്കുന്നതിനാൽ ഞാൻ ഉപമകളായി അവരോട് സംസാരിക്കുന്നു. അവർക്ക് ഇത് കേട്ടിട്ട് കേൾക്കുവാനോ ഗ്രഹിപ്പാനോ തക്കവണ്ണം അവർക്ക് കഴിയുന്നില്ല. പക്ഷെ അവർക്ക് ഒരു സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ലഭിച്ചു കഴിയുമ്പോൾ അവർക്ക് ഇതെല്ലാം മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഉപമകളിലൂടെ അവരോട് സംസാരിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്കത് മനസ്സിലാകും, പക്ഷെ അവർക്കത് മനസ്സിലാവുകയില്ല. ദൈവത്തിൻ്റെ വചനം വേണ്ട പ്രകാരം ഗ്രഹിക്കുന്നില്ല എങ്കിൽ നമുക്ക് ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് പറയുന്നത്, ഉള്ളവന് കൊടുക്കും, അവന് സമൃദ്ധി ഉണ്ടാകും, ഇല്ലാത്തവനിൽ നിന്നാകട്ടെ അത് ഉള്ളത് കൂടി എടുത്തു കളയും. വേണ്ട പ്രകാരം ദൈവത്തിൻ്റെ വചനം ഗ്രഹിക്കുന്നില്ല എങ്കിൽ നമ്മളിലുള്ള വിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ആ ഉള്ള വിശ്വാസം കൂടി നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അതിനുള്ള ദൈവിക ജ്ഞാനമുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഉപമകളായി പറയുന്നു, ഈ ജനത്തിൻ്റെ ഹൃദയം എന്തുകൊണ്ടാണ് അവർക്ക് കേട്ടിട്ട് കേൾക്കാതെയും ഗ്രഹിക്കാതിരിക്കാൻ കാരണം എന്താണ്? അതിൻ്റെ 15-ാം വാക്യം, ഈ ജനത്തിന്റെ ഹൃദയം കഠിനമായിരിക്കുന്നു. ഈ ജനത്തിന്റെ ഹൃദയം കഠിനമായിരിക്കുന്നു. അവർ ചെവി കൊണ്ട് മന്ദമായി കേൾക്കുന്നു. കണ്ണടച്ചിരിക്കുന്നു. അവർ കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും മനം തിരിഞ്ഞിട്ട് ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടത് തന്നെ. അപ്പോൾ എന്തുകൊണ്ടാണ്? അവരുടെ ഹൃദയം കഠിനമായിരിക്കുകയാണ്. ജനത്തിൻ്റെ ഹൃദയം കഠിനമാകുമ്പോൾ ദൈവത്തിന് ആ ഹൃദയത്തിന് ക്രിയ ചെയ്യുവാൻ തക്കവണ്ണം കഴിയുകയില്ല. ദൈവത്തിന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിയില്ല, രോഗത്തിന് സൗഖ്യം കൊടുക്കുവാൻ കഴിയില്ല, മനസ്സിന് സ്വാതന്ത്ര്യം കൊടുക്കുവാൻ കഴിയില്ല. കാരണം എന്താണ്? ഈ ദൈവവചനത്തെ അവർക്ക് ഗ്രഹിപ്പാൻ തക്കവണ്ണം കഴിയുന്നില്ല. അവരുടെ ഹൃദയം കഠിനമാണ്, അത് പാറ പോലെ ഉറച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവർ എന്തു ചെയ്യുന്നു? അവരുടെ ഹൃദയം കഠിനമായിരിക്കുന്നവർ ചെവി കൊണ്ട് മന്ദമായി കേൾക്കുന്നുള്ളൂ. ശരിക്കും അവർക്ക് കേൾക്കുവാൻ തക്കവണ്ണം ചെവി അടഞ്ഞിരിക്കുകയാണ്. ലോകത്തിൻ്റെതായ ബുദ്ധിയും പ്രമാണങ്ങളും ലോകത്തിൻ്റെ പ്രലോഭനങ്ങളും നിമിത്തം അവരുടെ ചെവി മന്ദമായി കേൾക്കുന്നു. പിന്നെ കണ്ണടച്ചിരിക്കുന്നു. അവർ കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും മനം തിരിഞ്ഞിട്ട് ഞാൻ അവരെ സൗഖ്യമാകാതിരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളും സൗഖ്യങ്ങളും പ്രാപിക്കണമെങ്കിൽ ഹൃദയത്തിൻ്റെ കാഠിന്യം മാറണം, ദൈവവചനത്തെ ഗ്രഹിപ്പാൻ കഴിയണം. ഇത് പഠിപ്പിക്കുവാൻ തക്കവണ്ണമാണ് കർത്താവ് വിതയ്ക്കുന്നവൻ്റെ ഉപമ പറയുന്നത്. അവിടെ എന്താണ് കർത്താവ് പറയുന്നത്? അതിൻ്റെ 4-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികിൽ വീണു, പറവകൾ വന്ന് അത് തിന്നുകളഞ്ഞു. ചിലത് പാറസ്ഥലത്ത് അധികം മണ്ണില്ലാത്തടത്ത് വീണു. മണ്ണിന് താഴ്ചയില്ലാത്തതിനാൽ അത് ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചപ്പോൾ അത് വാടി, വേരില്ലാത്തതുകൊണ്ട് ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനടിയിൽ വീണു. മുള്ളു വളച്ചു വളർന്ന് അതിനെ ഞെരുക്കി കളഞ്ഞു. അപ്പോൾ ഇവിടെ കർത്താവ് ഉപമകളിലൂടെ സംസാരിക്കുകയാണ്. അപ്പോൾ മനുഷ്യന്റെ ഹൃദയം എന്ന് പറയുന്നത് ഒരു നിലമാണ്. ഇതൊരു ഉപമയായിട്ട് കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. വിത്ത് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവവചനമാകുന്ന വിത്ത് മനുഷ്യൻ്റെ ഹൃദയമാകുന്ന നിലത്തിലേക്ക് വിതയ്ക്കപ്പെടുകയാണ്. അതാണ് സുവിശേഷ യോഗങ്ങളിൽ നടക്കുന്നത്. ദൈവത്തിൻ്റെ തിരുവചനം കേൾക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളും ദൈവത്തിൻ്റെ തിരുവചനം കേൾക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ തിരുവചനമാകുന്ന വിത്ത് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വിതയ്ക്കപ്പെടുകയാണ്. അപ്പോൾ അവിടെ ഓരോ മനുഷ്യ ഹൃദയങ്ങളും 4 തരത്തിലുള്ള നിലങ്ങളാണ് ഓരോ ഹൃദയങ്ങളും എന്ന് കർത്താവ് പറയുകയാണ്.
ഒന്നാമത്തെ നിലമെന്ന് പറയുന്നത് അത് വഴിയരികിൽ വീണ വിത്ത് പോലെയാണ്. വഴി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അനേകർ സഞ്ചരിച്ചിട്ടുള്ള പാതയാണ് വഴി എന്ന് പറയുന്നത്. കാലങ്ങളായി, വർഷങ്ങളായി വ്യത്യസ്തങ്ങളായ ആളുകൾ സഞ്ചരിച്ചിട്ടുള്ള വഴിയാണ്, വ്യത്യസ്തങ്ങളായിട്ടുള്ള വാഹനങ്ങൾ ഓടിയിട്ടുള്ള വഴിയാണ്. അപ്പോൾ അത് പറഞ്ഞു കിടക്കുകയാണ്. അതിന് താഴേക്ക് ആ വിത്ത് ഇറങ്ങുവാൻ തക്കവണ്ണം ഉറപ്പുള്ള പ്രതലമാണ് വഴി എന്ന് പറയുന്നത്. മാത്രമല്ല, ശബ്ദങ്ങളുണ്ട്. അനേകരാണ് അതുവഴി സഞ്ചരിക്കുന്നത്. അതിൻ്റെ ചുറ്റുപാടുകളിൽ സൈഡിലൊക്കെയും കടകളുണ്ട്. തിരക്കാണ്. വഴി എന്ന് പറയുന്നത് തിരക്കാണ്. ശബ്ദ കോലാഹലങ്ങൾ നിറഞ്ഞ അനേകർ സഞ്ചരിക്കുന്ന പാതയാണ്. അപ്പോൾ അതിനെ ഒരു ഹൃദയത്തോടുകൂടി, ഹൃദയമാകുന്ന നിലത്ത് എന്ന് കർത്താവ് വിശേഷിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഒരു വഴി പോലെയാണ് എന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ വഴിയുടെ അനുഭവമാണ് എങ്കിൽ അതേ അവസ്ഥയാണ് എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിലെങ്കിൽ ആ വിത്തിന് അവിടെ മുളയ്ക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല. അതിന് എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? വഴിയരികിൽ വീണ വിത്ത് പറവകൾ വന്ന് അത് തിന്നുകളഞ്ഞു. അപ്പോൾ ആ വിത്തിന് ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയുന്നില്ല. അതിന് പറവകൾ വന്ന് തിന്നുകളയുക എന്നുള്ള, പിശാചു വന്ന് ആ വചനത്തെ എടുത്തുകൊണ്ട് പോവുകയാണ്. എങ്ങനെയാണ് എൻ്റെയും നിങ്ങളുടെ ഹൃദയം? വഴിയരിക് പോലെയുള്ള ഹൃദയമാണോ? ശബ്ദങ്ങളും ജീവിതത്തിൻ്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളുമായി ഏകാഗ്രതയോടുകൂടി ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ നമുക്ക് ചില ബോധ്യങ്ങളുണ്ട്, നമുക്ക് ചില അറിവുകളുണ്ട്. അനേകർ നടന്ന വഴിയാണ് എന്ന് പറയുമ്പോൾ അനേക കാര്യങ്ങൾ ഞാനും നിങ്ങളും കേട്ടിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നാം പഠിച്ചിട്ടുണ്ട്, നാം കുട്ടികളിൽ നിന്ന് കേട്ടിട്ടുണ്ട്, നാം വലിയ ആളുകളിൽ നിന്ന് കേട്ടിട്ടുണ്ട്, പല പുസ്തകങ്ങളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്, വ്യത്യസ്തങ്ങളായ ആളുകളിൽ നിന്ന് കേട്ടിട്ടുള്ള പല രീതിയിലുള്ള ബുദ്ധിയുടേതായ അറിവുകൾ എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിലുണ്ട്. ജീവിതത്തിൻ്റെ അനേക പ്രതിസന്ധികളാകുന്ന ശബ്ദകോലാഹലങ്ങളുണ്ട്. വിവിധ തരത്തിലുള്ള വാഹനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയാണ്. അപ്പോൾ ആ വഴി എന്ന് പറയുന്നത് ബഹളമാണ്, അവിടെ ശബ്ദങ്ങളുണ്ട്. അങ്ങനെ ഏകാഗ്രതയോടുകൂടിയല്ല നിങ്ങൾ ദൈവവചനം കേൾക്കുന്നത് എങ്കിൽ, നിങ്ങളുടെ ബുദ്ധി കൊണ്ട് നിങ്ങൾ കേട്ട അറിവുകളും വെച്ച് ജ്ഞാനത്തോടെയാണ് നിങ്ങൾക്ക് ദൈവവചനം ഗ്രഹിക്കുന്നത് എങ്കിൽ അത് ഹൃദയത്തിൽ ഗ്രഹിക്കുകയില്ല. അത് പറവകൾ വന്ന് കുത്തിക്കൊണ്ടു പോകും. വെറുതെ കേൾക്കുക മാത്രമേ ഉള്ളൂ. അത് ഹൃദയത്തിൻ്റെ നിലമാകുന്ന ആ നിലത്തിലേക്ക് ആ വിത്ത് ഇറങ്ങുന്നില്ല. അപ്പോൾ അവിടെ ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയുകയില്ല. അപ്പോൾ ഈ രാത്രി പരിശോധിക്കണം, നമ്മുടെ ഹൃദയം വഴി പോലെയുള്ള ഒരു ഹൃദയമാണോ എൻ്റെയും നിങ്ങളുടെയും ഹൃദയമെന്ന് പരിശോധിക്കണം. രണ്ടാമതായിട്ടുള്ളത്, ചിലത് പാറസ്ഥലത്ത് അധികം മണ്ണില്ലാത്തടത്ത് വീണു. അത് മണ്ണിന് താഴ്ചയില്ലാത്തതിനാൽ അത് ക്ഷണത്തിൽ മുളച്ചു വന്നു പറയുമ്പോൾ മണ്ണുണ്ട്, പക്ഷെ മണ്ണ് കുറവാണ്. നല്ല മണ്ണാണ്, പക്ഷെ മണ്ണിൻ്റെ അളവ് വളരെ കുറവാണ്. അതിൻ്റെ അടിഭാഗം എന്ന് പറയുന്നത് പാറയാണ്. അപ്പോൾ ആ വിത്തിന് അവിടെ നിലനിൽക്കുവാൻ കഴിയുന്നില്ല. അതിന്റെ അർത്ഥം എന്താണ് പറയുന്നത്? സൂര്യൻ ഉദിച്ചപ്പോൾ അത് വാടി. സൂര്യൻ ഉദിച്ചപ്പോൾ അത് വാടി, വേരില്ലാത്തതുകൊണ്ട് അത് ഉണങ്ങിപ്പോയി. അപ്പോൾ ദൈവവചനം കേൾക്കുമ്പോൾ വളരെയേറെ ആനന്ദമാണ്, സന്തോഷമാണ്. നാം കൈകൾ കൊട്ടും, പാട്ട് പാടും, പ്രാർത്ഥിക്കും, ഒക്കെയും ചെയ്യും. പക്ഷേ പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ, ജീവിതവുമായി നാം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വേരില്ലാത്തത് കൊണ്ട് അത് ഉണങ്ങിപ്പോവുകയാണ്. കാരണം മണ്ണില്ല, അടിയിൽ പാറയാണ്. ഈ ദൈവവചനത്തിനെ ഉറയ്ക്കുവാൻ തക്കവണ്ണമുള്ള ഫലപ്രദമായ മണ്ണ് അവിടെ ഇല്ല. മണ്ണുണ്ടോ എന്ന് ചോദിച്ചാൽ മണ്ണുണ്ട്. അപ്പോൾ നാം പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഉപവസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉപവസിക്കുന്നുണ്ട്. ദേവാലയങ്ങളിൽ കടന്നു പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പോകുന്നുണ്ട്. പ്രസംഗം കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. എല്ലാം ചെയ്യുന്നുണ്ട്. മണ്ണുണ്ട്. പക്ഷേ എന്താണ് ആ മണ്ണിൻ്റെ കുഴപ്പം? അതിൻ്റെ അടിഭാഗം പാറയാണ്. ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടാകും, പ്രതിസന്ധികളുണ്ടാകും. അപ്പോൾ ഈ വചനത്തിന് അവിടെ ഗ്രഹിപ്പാൻ, മുളച്ച് ആഴത്തിൽ വളരുവാൻ തക്കവണ്ണം കഴിയുന്നില്ല. ചൂടടിക്കുമ്പോൾ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളാകുന്ന ചൂടടിക്കുമ്പോൾ നാം വചനത്തെ മാറ്റിവെക്കും. ബുദ്ധി കൊണ്ട് അതിനെ പരിഹരിക്കുവാൻ തക്കവണ്ണം കഴിയും.
അതിനെ ബുദ്ധി കൊണ്ട് പരിഹരിക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ വചനം നിലനിൽക്കുകയില്ല, അതിന് ഫലമുണ്ടാകും, ഉണങ്ങിപ്പോകും. ദൈവത്തിൻ്റെ ജനമേ, ഞാനും നിങ്ങളൊക്കെയും സുവിശേഷങ്ങൾ കേൾക്കുന്നവരാണ്. ദൈവവചനം കേട്ട് ആസ്വദിക്കാനുള്ളതല്ല, അത് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുവാനും അത് ദൈവത്തിൻ്റെ വചനമാണെന്നുള്ള ബോധ്യത്തോടു കൂടി അത് കേൾക്കുവാനും ഗ്രഹിപ്പാനും തക്കവണ്ണം കഴിയണം. കാരണം അത് മനുഷ്യൻ്റെ ശബ്ദമല്ല, സർവശക്തനായ ദൈവത്തിൻ്റെ ചിന്തകളാണ് ദൈവത്തിൻ്റെ തിരുവചനത്തിൽ അടങ്ങിയിരിക്കുന്നത്. അത് നമ്മളോട് സംസാരിക്കുന്നതാണ്, അത് നമുക്ക് ജീവൻ പകർന്നു തരുന്നതാണ്, അത് നമുക്ക് സൗഖ്യം പകർന്നു തരുന്നതാണ്, അത് നമുക്ക് ശക്തി പകർന്നു തരുന്നതാണ്. അത് വളരണം നമ്മുടെ ഹൃദയത്തിൽ. അപ്പോൾ വേരില്ല എന്നുണ്ടെങ്കിൽ അത് വളരുവാൻ തക്കവണ്ണം കഴിയില്ല. മൂന്നാമത്തെ നിലമെന്ന് പറയുന്നത് മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു, ആ മുള്ള മുളച്ച് വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. അപ്പോൾ മറ്റു ചിലത് മുള്ളിനിടയിൽ വീണെന്ന് പറയുമ്പോൾ അവിടെ മണ്ണുണ്ട്, പക്ഷെ ആ മണ്ണിൽ ഈ വിത്തിനോടൊപ്പം മുള്ളും വളച്ചു വളരുകയാണ്. ആ വിത്ത് നഷ്ടപ്പെട്ടു പോകുന്നില്ല, പക്ഷെ എന്താണ്, ആ വിത്തിന് വളരുവാൻ തക്കവണ്ണം കഴിയുന്നില്ല. അതിന്റെ അർത്ഥം എന്താണ് കർത്താവ് പറയുന്നത്? ആ മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുവൻ വചനം കേൾക്കുന്നുവെങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് അവൻ നിഷ്ഫലനായി തീരുകയാണ്. അപ്പോൾ വചനം ആകുന്ന വിത്ത് ഹൃദയത്തിൽ പിതച്ചു, അത് മുള്ളുണ്ട് എന്ന് പറയുമ്പോൾ, ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ എന്ന് പറയുമ്പോൾ, ലോകത്തിൻ്റെതായ ചിന്തയും ധനത്തിൻ്റെ വഞ്ചനയും കൊണ്ട് ഈ വചനത്തെ ഞെരുക്കുകയാണ്. ലോകത്തിൻ്റെ ചിന്തകൾ ദൈവവചനത്തിന് എതിരാണ്. ദൈവവചനം വളരുവാൻ തക്കവണ്ണം തടസ്സം നിൽക്കുന്നതാണ് ഈ ലോകത്തിൻ്റെ ചിന്തകൾ. മറ്റൊന്ന് ധനത്തിൻ്റെ വഞ്ചന. ധനത്തിൻ്റെ വഞ്ചന എന്ന് പറയുമ്പോൾ ധനം മനുഷ്യനെ വഞ്ചിക്കുമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം എന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നത് ശ്രദ്ധയോടുകൂടി ഞാനും നിങ്ങളും കേൾക്കണം. നമുക്കങ്ങനെ ഒരു ധാരണയില്ല. ധനം നമ്മെ സഹായിക്കുമെന്നാണ് എല്ലാ മനുഷ്യരും ചിന്തിച്ചിരിക്കുന്നത്. പണമുണ്ടെങ്കിൽ നമുക്ക് എന്തും നേടാം എന്നുള്ള ഒരു ചിന്ത എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിലുണ്ട് എങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഈ ധനം നിങ്ങളെ വഞ്ചിക്കും. എങ്ങനെയാണ് ധനം മനുഷ്യനെ വഞ്ചിക്കുന്നത്? നമുക്ക് എല്ലാം പണം കൊണ്ട് ധനം കൊണ്ട് നേടാമെന്നുള്ള ചിന്തയോടുകൂടി നാം മുന്നോട്ട് പോകുമ്പോൾ ചില സാഹചര്യങ്ങളിലൊക്കെയും പണം ചിലപ്പോൾ നമ്മെ സഹായിച്ചെന്ന് വരാം, പക്ഷേ അവൻ നമ്മെ വഞ്ചിക്കുമെന്ന് പറയുമ്പോൾ ചില സാഹചര്യങ്ങളിൽ ധനത്തിന് ഒന്നും നമ്മെ സഹായിക്കാൻ കഴിയാത്ത അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അപ്പോൾ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കാതെ, ദൈവവചനത്തിന് ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കാതെ ധനം സമ്പാദിക്കുവാൻ തക്കവണ്ണമുള്ള ആഗ്രഹത്തോടു കൂടി അതിന് വളരെയേറെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ദൈവ പൈതലാകുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ തിരുവചനം വ്യക്തമായും സ്പഷ്ടമായും പറയുന്നു, അത് നിന്നെ വഞ്ചിക്കും. നിന്നെ ദൈവത്തിൻ്റെ വചനം മാത്രമേ സഹായിക്കുകയുള്ളൂ. ദൈവം മാത്രമേ നിനക്ക് സഹായകനായി നിന്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ നാളുകളിൽ നിനക്ക് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നീ ധനത്തിൻ്റെ പുറകെ അല്ല പോകേണ്ടത്, പിന്നെയോ ദൈവത്തിൻ്റെ പുറകെ പോകണം. ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിലൂടെ നീ സഞ്ചരിക്കണമില്ല എങ്കിൽ നീ ധനത്തിൻ്റെതായ മോഹത്തിലും ലോകത്തിൻ്റെ ചിന്തയിലുമാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് നിന്നെ വഞ്ചിക്കുമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. അപ്പോൾ ഈ വിത്തിന് വളരുവാൻ കഴിയുന്നില്ല. ഈ രണ്ട് ചിന്തകളും ഞെരുക്കുകയാണ്. ലോകത്തിൻ്റെതായ ചിന്തകളും ധനത്തിൻ്റെതായ മോഹവും. എങ്ങനെയും ധനം സമ്പാദിക്കണമെന്നുള്ള ചിന്ത, അത് ദൈവം തരുന്നതാണ് എന്നുള്ള ബോധ്യമില്ലാത്തതുകൊണ്ടാണല്ലോ നാം നമ്മെ തന്നെ നമുക്ക് വേണ്ടി മാത്രം അത് ഉപയോഗിക്കുന്നത്. ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുകയില്ല. ദശാംശം കൊടുക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നത് കൊടുക്കുവാൻ കഴിയില്ല. മറ്റുള്ളവരെ സഹായിപ്പാൻ കഴിയുകയില്ല. ലോകത്തിൻ്റെ ചിന്തകൾ വരുവാണ്. നമുക്ക് ലോകത്തിൻ്റെതായ മോഹങ്ങളിലേക്ക് ഓടുവാൻ തക്കവണ്ണം ഈ ധനം നാം വിനിയോഗിക്കും. ധനം ഒരിക്കലും ഉപയോഗിക്കരുതെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നില്ല. പക്ഷെ ധനം എങ്ങനെ സമ്പാദിക്കണമെന്നും ദൈവം തരുന്ന ധനം എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടതെന്നും ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ധനം ആവശ്യമില്ല എന്ന് വചനം പഠിപ്പിക്കുന്നില്ല, അത് എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടത് എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ചിന്തകൾ മുള്ളിനിടയിൽ വീണ
വിത്തിനെ ഞെരുക്കുകയാണ്. ഇതിലേത് ഹൃദയമാണ് എൻ്റെയും നിങ്ങളുടെയും? പരിശോധിക്കണം. സുവിശേഷ യോഗങ്ങളിലും ദേവാലയങ്ങളിലൊക്കെയും ദൈവവചനം കേൾക്കുന്നവരാണ്, ഓരോ ദിവസവും ദൈവവചനം വായിക്കുന്നവരാണ്, ദൈവവചനം പഠിക്കുന്നവരാണ്. പക്ഷെ ഒന്ന് പരിശോധിക്കുക, എൻ്റെയും നിങ്ങളുടെയും ഹൃദയം ഇതിൽ ഏതു നിലമാണ്? വഴിയിൽ വീണ വിത്ത് പോലെയുള്ള ഹൃദയമാണോ, അതെയോ പാറസ്ഥലം പോലെയുള്ള ഹൃദയമാണോ, അതെയോ മുള്ളിനിടയിൽ വീണ വിത്ത് പോലെയുള്ളതാണോ? ഏതാണ് നമ്മുടെ ഹൃദയം? ഒന്ന് പരിശോധിക്കണം. നാലാമതൊരു നിലമുണ്ട്. മറ്റു ചിലത് നല്ല നിലത്ത് മറ്റു ചിലത് നല്ല നിലത്ത് വീണു. 100-60 അത് 100-60 30 മേനി വിളവുണ്ടായി. അപ്പോൾ നല്ല നിലത്ത് വീണ വിത്തിലും 3 തരത്തിലുള്ള ഫലങ്ങളാണ് ഉണ്ടാകുന്നത്. ചില നിലത്തിൽ 100 മേനി വിളഞ്ഞു, ചില നിലത്ത് 60 മേനി വിളഞ്ഞു, ചില നിലത്ത് 30 മേനി വിളഞ്ഞു. ഓരോരുത്തരുടെയും കഴിവുകൾക്കും താലന്തുകൾക്കും അനുസരിച്ച് ആണ് അവിടെ വിത്ത്, ആ നിലം ഫലം പുറപ്പെടുവിക്കുന്നത്. പക്ഷെ ആ നിലത്തിന് ഫലമുണ്ട്, പക്ഷെ അളവിൽ വ്യത്യാസമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. മറ്റേ 3 നിലത്തിലും ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല. ദൈവത്തിൻ്റെ ജനമേ, ഞാനും നിങ്ങളും ദൈവവചനം കേൾക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ് എങ്കിൽ ആ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നാം ഇന്ന് കേട്ട ആ 3 നിലങ്ങളിലെ ഏതോ ഒരു നിലമാണ് എൻ്റെയും നിങ്ങളുടെ ഹൃദയം. അവിടെ കർത്താവ് മുന്നറിയിപ്പ് ഭൂമിയിലൂടെ നൽകുകയാണ്. ഇന്നത്തെ ലോകത്തിൽ നോക്കുമ്പോൾ ലോകത്തിൻ്റെ ചിന്തകളിൽ ആസ്വദിക്കുവാൻ തക്കവണ്ണം ഓട്ടമോടുന്ന ആളുകളെയാണ് അനേകർ കാണുന്നത്. ദൈവത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിങ്കലേക്ക് തിരിയാതെ ലോകത്തിൻ്റെതായ ചിന്തകളിലൂടെ സഞ്ചരിക്കുന്ന ആളുകളെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ധനം എങ്ങനെയെങ്കിലും ധനം സമ്പാദിക്കണം, ധനം നേടിയാൽ എല്ലാം നേടി എന്നുള്ള ചിന്തകളിലൂടെ പോകുന്നവരെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യും? അവർ ദേവാലയങ്ങളിൽ വരുന്നുണ്ട്, വചനം കേൾക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്. പക്ഷേ ഈ 2 ചിന്തകളും ഞെരുക്കുകയാണ്. ദൈവവചനത്തിൻ്റെതായ ഡിസിപ്ലിൻ നമ്മളെ ഞെരുക്കിക്കളയുകയാണ്. അതുകൊണ്ട് കർത്താവ് പറയുന്നുണ്ട്, ഇടുക്കവും ഞെരുക്കവുമുള്ള വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുന്ന ഈ വഴിയിൽ എന്താണ് ഞെരുക്കുന്നത്? ദൈവവചനമാണ് നമ്മെ ഞെരുക്കുന്നത്. ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിലൂടെ നമുക്ക് ലോകത്തിലെ മറ്റുള്ള എല്ലാവരും സഞ്ചരിക്കുന്ന വീതിയുള്ള വഴിയിലൂടെ സഞ്ചരിക്കുന്ന പോലെ നമുക്ക് സഞ്ചരിക്കുവാൻ കഴിയുകയില്ല. ജീവനിലേക്ക് പോകുന്ന വാതിൽ, ജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുങ്ങിയതും വഴി ഞെരുക്കമുള്ളതുമാകുന്നു. അത് കണ്ടെത്തുന്നവർ ചുരുക്കമാണ്. അപ്പോൾ ചുരുക്കമായ വളരെ കുറച്ചാളുകൾ സഞ്ചരിക്കുന്ന വഴിയിലൂടെ ഞാനും നിങ്ങളും സഞ്ചരിക്കണം. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യും? ഇടുക്കവും ഞെരുക്കവും ഉണ്ടെങ്കിൽ അതിൻ്റെ അവസാനം എന്ന് പറയുന്നത് രക്ഷയിലേക്കുള്ള വഴിയാണ്. അത് നിത്യജീവനിലേക്കുള്ള വഴിയാണ്. ഈ ഭൂമിയിൽ ഞാനും നിങ്ങളും ഞെരുങ്ങുകയും പ്രയാസപ്പെടുകയും ഭാരപ്പെടുകയും ചെയ്യുമ്പോൾ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിപ്പാൻ തക്കവണ്ണം പരിശ്രമിക്കുമ്പോൾ സഹോദര സഹോദരി, ദൈവത്തിൻ്റെ വചനം പറയുന്നു, അത് നിന്നെ നിത്യരക്ഷയിലേക്ക് നയിക്കുന്നു. അത് നിന്നെ നിത്യജീവനിലേക്ക് നിന്നെ എത്തിക്കുന്ന വഴിയാണ്. നീ ഇവിടെ ഇടുക്കവും ഞെരുക്കവും സഹിച്ചാൽ സ്വർഗത്തിൽ നിനക്ക് ജീവിപ്പാൻ തക്കവണ്ണം കഴിയും. ദൈവത്തിൻ്റെ ജനമേ, ഈ രാത്രി ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ആ നല്ല നിലത്ത് വീണ വിത്ത് പോലെ 100-60-30 മേനി വിളയുവാൻ തക്കവണ്ണം ദൈവത്തിന് വേണ്ടി ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി തീരണം. ദൈവത്തിൻ്റെ നാമം ഞാനും നിങ്ങളും മഹത്വപ്പെടുത്തണം. നമ്മളിലൂടെ നമ്മുടെ രക്ഷകനും രക്ഷിതാവുമായി യേശുവിനെ ഉയർത്തിക്കാട്ടണം. യേശുവാണ് നമ്മുടെ രക്ഷകൻ, യേശുവാണ് നമുക്ക് ഏക വഴി, യേശുവാണ് സത്യമെന്ന് പറയുന്നത്. അവൻ വഴിയും സത്യവും ജീവനുമാകുന്നു. ആ വഴിയും സത്യവും ജീവനുമാകുന്ന യേശുവിനെ ഉയർത്തിക്കാട്ടണം. യേശുവിന് വേണ്ടി സംസാരിക്കണം. യേശുവിനെ നമ്മുടെ രക്ഷകനും രക്ഷിതാവും എന്ന് വിളംബരം ചെയ്യുവാൻ തക്കവണ്ണം കഴിയണം. അങ്ങനെ ചെയ്യുന്നവൻ എന്ത് ചെയ്യും? 100-60-30 മേനിയായി അവന് ദൈവത്തിനു വേണ്ടി ഫലം പുറപ്പെടുവിക്കാൻ കഴിയും. ആ പ്രകാരം ഭൂമിയിൽ നിങ്ങളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹനദിയായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവാം ദൈവമേ, അടിയങ്ങൾക്ക് തന്നിരിക്കുന്നതായ നല്ല സമയത്തെ ഓർത്ത് സ്തുതിക്കുന്ന കർത്താവേ,
അവിടുത്തെ തിരുവചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചു പോലെ കർത്താവേ, ആ നല്ല നിലത്ത് വീണ വിത്ത് പോലെ ദൈവമേ, ഈ രാത്രി വചനം കേട്ട ഓരോ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ലോകത്തിൻ്റെ ചിന്തകളിൽ നിന്നും ദൈവമേ, ധനത്തിൻ്റെ വഞ്ചനയിൽ നിന്ന് കർത്താവേ, ഞങ്ങളെ ഓരോ മക്കളെയും അവിടുന്ന് കാത്തു സൂക്ഷിക്കണമേ കർത്താവേ. ഓരോ ഹൃദയങ്ങളെയും അവിടുന്ന് ശുദ്ധീകരിച്ച് കർത്താവേ, ആ നല്ല നിലത്ത് വീണ വിത്ത് പോലെ ദൈവമേ, ഇന്ന് കേട്ട ദൈവത്തിൻ്റെ വചനം വിളയുവാൻ തക്കവണ്ണം ഹല്ലേലൂയ കർത്താവേ സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ അവിടുന്ന് സഹായകനായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ഹൃദയങ്ങളെയും അവിടുന്ന് കാത്തു സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടനൊരു ഹൃദയത്തിലും കടന്നു വരുവാൻ ഇടവരാതെ വണ്ണം ദൈവമേ, വചനം കേട്ട ഓരോ മക്കളെയും അവിടുന്ന് കാത്ത് പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേ ഉയർത്തിക്കാട്ടുവാൻ തക്കവണ്ണം, യേശുവിനെ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം, ലോകത്തിൻ്റെ വെളിച്ചമായി ശോഭിപ്പാൻ തക്കവണ്ണം ഇന്ന് വചനം കേട്ട ഓരോ മക്കളെയും ഇവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെയും അവിടുത്തെ തിരുസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവെ അവിടെ അടിയനോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേ കൂടുതലായിട്ട് ഉയർത്തിക്കാട്ടുവാൻ തക്കവണ്ണം അടിയനെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.